നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ഓരോ ദിവസവും കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഒരു വാർത്താ ദിനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കുറ്റകൃത്യങ്ങൾ മാത്രം നിറയുന്ന ദിവസങ്ങളുണ്ട്. പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ കുറ്റവാളികളാകുന്നവർ. ഈ കഴിഞ്ഞ ദിവസം പോലും 3 പേരെയാണ് അയൽവാസിയായ ഒരാൾ കൊലപ്പെടുത്തിയത്. അങ്ങനെ പലതരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു. അത് എന്തുകൊണ്ട് ഒരു അവസാനം എന്നത് മാത്രമല്ല, എന്തുകൊണ്ടൊരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നിയമത്തിൽ പ്രശ്നം വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ മടിക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആ വിഷയമാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം ചർച്ച ചെയ്യുന്നത്. നാസർക്ക, ഒരു പരിധിയില്ലാത്ത അളവിൽ പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ഓരോ ദിവസവും കൊലപാതകങ്ങളുടെ എണ്ണം, കുറ്റവാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെടുന്നു ആളുകൾക്ക് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രവണത? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാര്യത്തെ നോക്കി കാണുന്നതിലോട് ഒരു പ്രശ്നമുണ്ട്. കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ തുടങ്ങിയതായിരിക്കും ലോകത്ത് നിന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ സംഗതിയെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, അതിന് ഒരു പ്രത്യേക കാലം എന്നുവെച്ചാൽ ഒരു കാലയളവിനുള്ളിൽ പ്രത്യേക സ്ഥലത്ത് എത്ര കുറ്റകൃത്യം നടക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കൊക്കെ എടുത്തിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെയുള്ള 2 കാര്യങ്ങൾ അതിൽ കണക്കിലെടുക്കണം. ഒന്ന് പറഞ്ഞത് ഒരു വാർത്താ ദിനം എന്നുള്ളത്, പിന്നെ പറഞ്ഞത് ഇന്നലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത വീട്ടിൽ കയറിയിട്ട് 3 ആളുകളെ അടിച്ചു കൊന്നു. ഈ വാർത്താ ദിനം എന്നുള്ളത് സാധാരണഗതിയിൽ അത് പ്രസക്തമാവുന്നത് നമ്മൾക്കൊക്കെ തന്നെയാണ്. ഒരു സംഭവത്തെ വാർത്തയാക്കി അതിനെങ്ങനെ വാർത്തയായിട്ട് കാണുന്ന ആളുകൾ, പ്രധാനം ചൊല്ലിട്ട് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനങ്ങൾ ഡെസ്കിൽ പണിയെടുക്കുന്നവർക്കൊക്കെയാണ് ഒരു ദിനത്തിന് വാർത്താ ദിനമായിട്ട് കാണുക എന്നുള്ളൊരു സംഗതിയുള്ള അത് സംഗതി ശരിയാണ്. ഇപ്പോൾ ഇന്നത്തെ പത്രം എടുത്തു നോക്കിയാൽ ഇന്നലത്തെ പറവൂരുള്ള കൊലപാതകത്തിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന വലിയ വാർത്ത. പിന്നെ ഇങ്ങനെ നടത്തിയിരിക്കുന്ന ഒരു 3-4 കൊലപാതകങ്ങളുടെ വാർത്ത, 2-3 പോസ്കോ കേസിൻ്റെ വാർത്ത, അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഡെസ്കിൻ്റെ ഒരു പണി തുടങ്ങുമ്പോഴത്തേക്കാണെങ്കിൽ ഗ്രീഷ്മയുടെ കേസും വരുന്നു. അതിൽ അവരെ കോടതിയിൽ ഹാജരാക്കുന്ന വാർത്ത വരുന്നു. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോൾ അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ വാർത്ത വരുന്നു. ഇത്രയും വാർത്തകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെയും വാർത്താ ദിനം എന്ന മട്ടിൽ ഈ സംഗതിയെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഇന്നലെ ഇന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറ്റകൃത്യം കൂടിയിട്ടുണ്ട് എന്ന് തോന്നും. ഈ ചൂട് കൂടിയിട്ടുണ്ട് എന്ന് ഓരോ ദിവസം വെച്ച് തോന്നുന്ന പോലെ തന്നെയുള്ളൊരു തോന്നലാണ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെ തോന്നുന്നത് ഏതാണ്ട് 1953 മുതൽ തുടങ്ങിയിട്ടുണ്ട്. 1953 മുതൽ തുടങ്ങിയിട്ട് 2020 വരെയുള്ളത് വളരെ കൃത്യമായിട്ട് ഓരോ വർഷത്തെയും കണക്കുകൾ വന്നിട്ടുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ. അത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ കണക്കുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്, ഓരോ ജില്ലയിലും ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉണ്ട്, DCRB എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ പത്രപ്രവർത്തനം പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് ദിവസവും വൈകുന്നേരം പോയിട്ട് കണക്ക് വയ്ക്കുന്നത് DCRB എന്ന്. അപ്പോൾ DCRB എന്ന് എല്ലാ സ്ഥലത്തെയും DCRBകളിൽ നിന്ന് സ്റ്റേറ്റിനും അതേപോലെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോകൾക്കും ഈ കണക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ആകെ മൊത്തം പലതരത്തിൽ അനാലിസിസ് കഴിഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ ഇത് കൊടുത്തു. അപ്പം ഇപ്പോൾ 2023 ദേശീയ അതിൻ്റെ മുഴുവൻ അനാലിസിസും കഴിഞ്ഞിട്ടുള്ള 2023 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെ കണക്ക് വന്നത് ഈ മാസം 10-ാം തീയതിയാണ്. അല്ല, 2024 കണക്ക് വന്നത് ഈ മാസം 10-ാം തീയതി, 25 ജനുവരി 10-നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് വരുന്നത്. ഈ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ക്രൈം റേറ്റ് കൂടി നിൽക്കുന്ന ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല. ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ 1-ാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, 2-ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ഒരു ഇങ്ങനെ ഈ കണക്കെടുത്തിട്ട് 1, 2, 3, 4 എന്നുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്തിട്ട് രേഖപ്പെടുത്തിയ കണക്കിൽ 2-ാമത്തെ സംസ്ഥാനം എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിൻ്റെ ഒരു സവിശേഷതയായിട്ട് അതിൽ പറയുന്നത്, ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കിൽ പറയുന്നത്, ഇരുട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് നിരോധിക്കപ്പെട്ട സ്ഥലങ്ങൾ അരുണാചൽ പ്രദേശിലുണ്ട് എന്നാണ്. അതേ അവസ്ഥ തന്നെ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത സ്ഥലങ്ങൾ ഈ ഛത്തീസ്ഗഡിലും ഉണ്ട്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിൽ 10 സംസ്ഥാനങ്ങളിൽ, ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ കേരളം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേരളത്തിൽ വരുന്ന ഈ കേരളത്തിലെ ഈ കേരളത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കൂടുതലുണ്ടോ
എന്ന് പറയുന്നതിലൊരു പ്രസക്തിയില്ല എന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊരു ഭയങ്കര ഒരു പ്രശ്നമുള്ളത് ഈ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ധന്യ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, കേരളത്തിലൊരു കാലത്ത് നമ്മളിങ്ങനെ ഈ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളുടെ കണക്ക് മാത്രം. അതിലൊരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഈ കുറ്റകൃത്യങ്ങൾ പണ്ട് കാലത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ അറിയുന്നുണ്ട്, കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എണ്ണം കൂടുന്നുണ്ട്. നേരത്തെക്കാൾ അറിയുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഈ ന്യൂസ് ചാനലുകൾ എന്നുള്ളൊരു സംവിധാനം ഇങ്ങനെ അതിഭയങ്കരമായിട്ട് വരികയും ഏതാണ്ട് 10-13 ന്യൂസ് ചാനലുകൾ കേരളത്തിൽ വരികയും ഈ ന്യൂസ് ചാനലുകൾക്കൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുകയും ഈ എന്ത് സംഭവിച്ചാലും ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരികയും ചെയ്യുന്ന ഒരു കാലവും, അതായത് ഒരു 10-12 വർഷം മുമ്പ് വാർത്ത അറിയാൻ 10-14-15 വർഷം മുമ്പ് വാർത്ത അറിയാൻ പത്രങ്ങൾ മാത്രമായിരിക്കും. പത്രങ്ങൾക്ക് തന്നെ കാര്യമായിട്ട് ഈ ജില്ലാതല എഡിഷനുകളായിരുന്ന കാലത്ത് ജില്ലാ എഡിഷനുകളിൽ ഒതുങ്ങി പോകുമായിരുന്ന പല വാർത്തകളും പല സംഭവങ്ങളും ഇപ്പോൾ അതത് സമയത്ത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ വരിക. നമ്മളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഇത് അത്രമാത്രം വാർത്താ പ്രാധാന്യം ഉള്ളതാണോ, സംസ്ഥാനത്തെ പേടിപ്പിക്കാൻ മാത്രം വലിയ വാർത്തകൾ ഇതിലുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കൂടുതൽ സംഭവങ്ങൾ അറിയുന്നു. ഒരു സംഭവം സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്ത് എന്തൊരു സംഭവം ഉണ്ടായാലും, ഇപ്പം നെയ്യാറ്റിൻകരകത്ത് ഒരുത്തനെ കത്തി കൊണ്ട് കുത്തിയാലും ആശുപത്രിയിൽ എത്തും മുമ്പ് കുത്തിനില വർത്തനം അവിടെ ചെന്നാൽ അത് ഒരു പോറൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പം. അത് മുതൽ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള സകലമാന സംഗതികൾ അപ്പോൾ തന്നെ ഇങ്ങനെ അപ്പം പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇങ്ങനെ കൂടുതൽ വരുന്നു. അതേപോലെ തന്നെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നു. ചിലൊരു പരാതിയുണ്ട്, ഒരു സംഭവം ഉണ്ടായാൽ പണ്ടത്തെ പോലെ അപ്പം പറഞ്ഞു തീർക്കലല്ല, പണ്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ഇടപെട്ട് അവിടെ തീർക്കലല്ല. ഈ സംഗതി പോലീസിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രേഖയാവുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോണ്ടൊക്കെ കണക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ രേഖാമൂലം തന്നെ ഈ സാധനം രേഖപ്പെടുത്തുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഭയങ്കരമായ ഒരു സംഗതി ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്, ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഡിസംബർ അവസാനത്തിലും ജനുവരി ആദ്യവുമായിട്ട് ഏതാണ്ട് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും DGPമാർ ഇതേ കാര്യം വെച്ചിട്ട് പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഈ ഇത് ക്രൈം വർദ്ധിച്ചു എന്നുള്ളൊരു കാരണം വെച്ച്. അപ്പോൾ അതിൽ ആന്ധ്രാപ്രദേശ് DGP പറഞ്ഞ തെലുങ്കാന DGP പറയുന്ന ഒരു കാര്യം, കുറ്റകൃത്യം കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതിലുള്ളത് സൈബർ ക്രൈമും കൂടിയിട്ടുണ്ട്. സൈബർ ക്രൈമും ക്രൈമിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സൈബർ ക്രൈം കൂടിയതും കുറ്റകൃത്യം കൂടി എന്നുള്ളതിൻ്റെ കണക്കിൽ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾക്ക് വച്ചാലും ഇതിൻ്റെ കണക്ക് രേഖപ്പെടുത്തപ്പെടുകയും കണക്ക് പുറത്തു വരികയും ചെയ്യുമ്പം കണക്കനുസരിച്ചിട്ട് ഈ സംഗതി കൂടി എന്നുള്ളത് ശരിയാണ്. അപ്പം എവിടെയൊക്കെയാണ് കുറഞ്ഞത്? പിന്നെ അതിനുള്ള വേറെ ഒരുപാട് തരത്തിലുള്ള കാരണങ്ങളുമുണ്ട്. ഇപ്പം ഇതിലേറ്റവും ആശങ്കാജനകമായ സംഭവങ്ങളുള്ളത്, ശരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ആശങ്കാജനകമായ സംഭവങ്ങളുള്ളത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങൾ കൂടിയതും അതേപോലെ തന്നെ ഈ ലൈംഗിക ആക്രമണങ്ങൾ കൂടിയതുമാണ് എല്ലാ സ്ഥലത്തുള്ളത്. അതിനിപ്പോൾ കേരളത്തിലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ഒരു 6-7 വർഷം ആയിട്ട് ഇങ്ങോട്ടേക്ക് കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും, ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെയും കൊല്ലത്തെയും കണക്ക് തന്നെ എടുത്തു നോക്കിയിരുന്നു, മുഴുവൻ ജില്ലകളിലും കുടുംബശ്രീ പോലും കുറ്റകൃത്യങ്ങളുടെ മാപ്പിംഗ് നടത്തുന്നുണ്ട്. കുടുംബശ്രീ കേരളത്തിൽ ഏതാണ്ട് മുഴുവൻ ജില്ലകളിൽ അതുണ്ടാവുന്നതാണ് എനിക്ക് ഈ എറണാകുളത്തെയും കൊല്ലത്തെയും കണക്കേണ്ട തോന്നുന്നു. കുടുംബശ്രീ ഈ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഒരു ചോദ്യാവലി കൊടുത്തിട്ട് അതിന് ഉത്തരം എഴുതി വാങ്ങിയിട്ട് കുറ്റകൃത്യങ്ങളുടെ മാപ്പിംഗ് നടത്താറുണ്ട്. അതനുസരിച്ചൊക്കെ വരുമ്പം രേഖപ്പെടുത്തപ്പെട്ട കേസും രേഖപ്പെടുത്തപ്പെടാത്ത കേസും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു രേഖപ്പെടുത്തലും ഇതിൻ്റെ ഒരു കണക്കെടുപ്പും സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഇതനുസരിച്ച് നോക്കുമ്പോൾ കേരളം അങ്ങനെ അതിഭയങ്കരമായൊരവസ്ഥയിൽ നിൽക്കുന്നതല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇതിനെ ഏതൊക്കെ തരത്തിൽ ഇതാക്കുന്നതെന്നുള്ള ഒരു പ്രശ്നം കൂടെ അതുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതല്ല 2012 ഡിസംബറിൽ അന്നത്തെ പ്രതിപക്ഷം കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ, അത് കുറയ്ക്കാൻ നടപടിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പം ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് മറുപടി പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃത്യം 10 വർഷം കഴിഞ്ഞപ്പം 2022 ഡിസംബർ 12 ഇതേ ചോദ്യം കുറ്റകൃത്യം വർദ്ധിക്കുന്നുണ്ടോ, തുടരാൻ നടപടിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ്. അപ്പം രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കും ഇത് ഈ തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സംഗതിയാണ്. രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഇതിങ്ങനെ ഈ തരത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സംഗതി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന തരത്തിൽ ചർച്ച ചെയ്യാനുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഈ ആളുകളുടെ മാനസിക നില
അടക്കമുള്ള മാനസിക നിലയല്ല, ജനങ്ങളുടെ മാനസികാരോഗ്യം മുതൽ കാലാവസ്ഥ വരെയുള്ള പഠനങ്ങൾ ലോകത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഏറ്റവും അവസാനം വന്ന ഈ കുറ്റകൃത്യങ്ങളല്ല, അമേരിക്കയിലെ ഏറ്റവും അവസാനം ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് അമേരിക്കയിൽ പിന്നെ വേനൽക്കാലത്ത് കുറ്റകൃത്യം കൂടുന്നുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളും ജനങ്ങളുടെ മാനസികാരോഗ്യം അടക്കമുള്ള കാരണങ്ങളൊക്കെ ഇതിനുണ്ട്. എന്തൊക്കെ വെച്ച് നോക്കിയാലും ശരി, കേരളത്തിൽ ഈ അനുദിനം കുറ്റകൃത്യം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യം നാളെ വർദ്ധിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ മറ്റന്നാൾ വർദ്ധിക്കുന്നു. അങ്ങനെ പിന്നെ ഈ 2025 കഴിഞ്ഞ് 26 കിടക്കുമ്പോഴത്തേക്ക് കേരളം താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയാനകമായി പോകുന്നുള്ളൊരു പേടിക്ക് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, നാസർക്ക പറഞ്ഞതുപോലെയാണോ അതിൻ്റെ ഒരു അതായത് ഇപ്പോൾ നാസർക്ക പറഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം, ക്രൈമുകൾ, കൊലപാതകങ്ങൾ, അതല്ലാതെ സൈബർ ക്രൈമുകൾ, അങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ എണ്ണം കൂടുതൽ മാത്രമല്ല, കുറച്ചുകൂടി ആളുകൾ കുറ്റകൃത്യം ചെയ്യാൻ ഫ്രീ ആവുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതായത് മടിയില്ലാത്തതുപോലെ ഇപ്പം 6 മാസം കിടന്നാൽ പുറത്തിറങ്ങാം എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്ത് പലരും അത് ചെയ്യുന്നുണ്ട്. പല ഘടകങ്ങളുണ്ടാവും നാസർക്ക പറഞ്ഞതുപോലെ, പക്ഷേ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ട് തോന്നില്ലേ? അല്ല, കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് കേരളം ക്രമസമാധാന പാലനത്തിൽ 1-ാം സ്ഥാനത്ത്, കുറേ വർഷങ്ങളായിട്ട് 1-ാം സ്ഥാനത്തുള്ളൊരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിരന്തരം അവാർഡ് വാങ്ങുന്നൊരു സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൽ കുറ്റകൃത്യം കുറഞ്ഞ് ഇരിക്കാനുള്ള കാരണം എന്താണെന്നാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കൂടിയെന്നുള്ളതല്ല, കുറഞ്ഞിരിക്കാൻ ഒരുപാട് സാമൂഹിക കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റിനെ പോലെ ഒരു സാമൂഹിക ഘടനയോ സാമൂഹിക പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനമല്ല. നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ്? സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ടാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ടാണ് കേരളത്തെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് UP-യെയും മധ്യപ്രദേശിനെയും കളിയാക്കുകയോ ഞങ്ങൾ കേമമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ, അതുപോലെ ലിറ്ററസി റേറ്റ്, ആരോഗ്യരംഗം, മാനസികാരോഗ്യരംഗം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇത് കൂടുതലാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് UP-യോ മധ്യപ്രദേശോ രാജസ്ഥാനോ പോലെ ക്രൈം കേരളത്തിൽ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ ഇത് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇത്രയും കുറ്റകൃത്യം പാടില്ല. എണ്ണത്തിൽ കേരളം കുറവായെങ്കിൽ പോലും ഇന്നലെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു സീൻ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന കുറ്റകൃത്യങ്ങൾ എണ്ണം കുറവായിരിക്കാം, അത് വരാൻ പാടില്ല എന്ന തോന്നലുകൊണ്ടാണല്ലോ നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യുന്നത് തന്നെ. അപ്പോൾ കേരളത്തിൽ എണ്ണം കുറവാണ്, കേരളത്തിൽ കുറ്റകൃത്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇന്നലത്തെ സംഭവം തന്നെ എടുക്കുക. അതിലെ പ്രതിയായ ഋതു ജെയിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. 3 കേസ് അയാൾക്കെതിരെ ഓൾറെഡി ഉണ്ട്. അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അയാൾക്ക് മാനസിക ആരോഗ്യനില തകരാറിലാണ്, അയാൾ അതിന് ചികിത്സ നേടിയിട്ടുള്ള ആളാണ് കുറേ വർഷങ്ങളായിട്ട് എന്നും പറയുന്നു. അപ്പോൾ ഒരു കാട്ടാന നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കി, വനംവകുപ്പ് എന്താ ചെയ്യുക? അതിന് റേഡിയോ കോളർ ഘടിപ്പിക്കും, അതിൻ്റെ നീക്കം വാച്ച് ചെയ്യും, അരിക്കൊമ്പനെയൊക്കെ വാച്ച് ചെയ്തതുപോലെ വാച്ച് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അത് നാട്ടുകാരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മാനസിക രോഗിയായ 2-3 കേസുള്ള നിരന്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ മാനസിക രോഗിയാണെന്ന സർട്ടിഫിക്കറ്റ് വെച്ച് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുവാണെന്നാണ് അയൽവാസികൾ പറയുന്നത്. അയാളെ ട്രാക്ക് ചെയ്യാനോ അയാളെ കൊണ്ട് സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാവാതിരിക്കാനോ പോലീസ് എന്ത് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഇതിലെ ഉന്നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് നിസ്സാര കാര്യത്തിനാണ് ഈ 3 പേരെ അയാൾ തല്ലിക്കൊന്നത്. നിസ്സാര കാര്യം എന്ന് വെച്ചാൽ എന്തോ നായ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, അയൽവാസി ഉണ്ടായിരുന്ന തർക്കമാണ്. ഇയാളൊരു ഷോക്ക് അബ്സർ എടുത്തുകൊണ്ട് പോകുന്നു, 2 കത്തിയായിട്ട് പോകുന്നു, ഈ 4 പേരെ ആക്രമിക്കുന്നു, 3 പേര് മരിക്കുന്നു, ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിയാരാണ്? ഒന്നാമത്തെ ഉത്തരവാദി പോലീസാണ്. കാരണം ഇങ്ങനൊരു കുറ്റവാളി സമൂഹത്തിൽ സ്വതന്ത്രനായി വിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നം അയാളെ ട്രാക്ക് ചെയ്യാൻ, അയാൾ കൂടുതൽ കുഴപ്പത്തിൽ ഏർപ്പെടുന്നത് തടയാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ക്രൈം കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാസർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പത്രത്തിൻ്റെ പ്രാദേശിക കോളത്തിൽ വരേണ്ട വാർത്ത പോലും ടെലിവിഷനിൽ അത് ബ്രേക്കിംഗ് ന്യൂസായി വരുന്നു, എല്ലാവരും അറിയുന്നു. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഏത് നാട്ടിൽ എന്ത് നടന്നാലും അത് ഉടൻ തന്നെ വാർത്തയാവുന്നു, ലോകം മുഴുവൻ അറിയുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളും ഉടൻ തന്നെ ലോകം മുഴുവൻ അറിയുന്നുണ്ട്. അങ്ങനെ അറിയുന്നൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രൈം കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ടല്ല, പിന്നെ ചെയ്യുന്ന ക്രൈമിൻ്റെ പ്രത്യേകതകൾ വളരെ ഇന്നോവേറ്റീവായിട്ടൊക്കെ ക്രൈം ചെയ്യുന്ന ആൾക്കാരായി മലയാളികൾ മാറിയിട്ടുണ്ട്. കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊല്ലുക തുടങ്ങിയ കലാപരിപാടികളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റിടങ്ങളിലേക്കാൾ കുറേ കൂടി ക്രിയേറ്റീവായിട്ട് ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് വാർത്തയായി മാറുന്നത്. അതുപോലെ അമ്മയെയും ഇരട്ട കുട്ടികളെയും കഴുത്തറുത്ത് വന്നതിന് ശേഷം
18 വർഷത്തിന് ശേഷം വേറെ ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, CBI അറസ്റ്റ് ചെയ്യുക, അങ്ങനെ ഇപ്പോൾ സുകുമാരക്കുറുപ്പ് പോലത്തെ ഉള്ള ആളുകൾ, അങ്ങനെ വളരെ രസകരമല്ല കൗതുകം ഉണർത്തുന്ന ക്രൈമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ എന്ന് തോന്നലുകൊണ്ട് കേരളത്തിലെ ക്രൈമിന് സവിശേഷമായ ശ്രദ്ധ കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട് ലോക്ക്ഡൗണിന് ശേഷം, ലോക്ക്ഡൗൺ കാലത്തും ലോക്ക്ഡൗണിന് ശേഷവും. ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ അക്രമം ഏറ്റവും കൂടുന്നത് ലോക്ക്ഡൗൺ കാലത്താണ്. ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീകൾക്കെതിരെയും വീട്ടിൽ തന്നെയാണുള്ള കുഞ്ഞുങ്ങളും അവർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നതും ഈ ലോക്ക്ഡൗൺ കാലത്താണ്. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ സമാനമായ പ്രശ്നം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്ന അക്രമം പോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആളുകൾ ക്രൈം ചെയ്യാൻ തുനിയുന്നു, കൂടുതൽ ക്രൈം റേറ്റ് വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ KG ജോർജ് ഇരകൾ എന്ന് പറയുന്ന സിനിമ എടുത്തത് അടിയന്തരാവസ്ഥയുള്ള തൻ്റെ റെസ്പോൺസാണെന്ന് അദ്ദേഹം പറയും. ഭയങ്കര വയലൻ്റ് സിനിമയാണത്, കൊലപാതകങ്ങളൊക്കെ ഉള്ള ഒരു വയലൻ്റ് സിനിമയാണ്. അപ്പോൾ എന്നാൽ ഈ ലോക്ക്ഡൗണിന് ശേഷം ആളുകൾക്ക് ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി, വയലൻസ് കൂടുന്നുണ്ടെന്നുള്ളൊരു പഠനം സർക്കാരോ മറ്റേതെങ്കിലും ഏജൻസികളോ നടത്താനായിട്ട് നമുക്കറിയില്ല. ഡ്രഗ് അബ്യൂസ് കൂടിയിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ഡ്രഗ് അബ്യൂസ് കൂടിയിട്ടുണ്ട്. മദ്യപാനശീലം കുറയുകയും ഡ്രഗ് അബ്യൂസ് കൂടുകയും ചെയ്യുന്നൊരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാവുന്നൊരു സംസ്ഥാനം കൂടിയാണ്. നഷ്ടത്തിലാണ് ബിവറേജസ് കോർപ്പറേഷൻ. അപ്പോൾ മദ്യപാനശീലം കുറയുകയും മയക്കുമരുന്ന് ഉപയോഗം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻഡെക്സ് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ആൾ സർക്കാരോ മറ്റ് ഏജൻസികളോ പഠിക്കുന്നുണ്ടെന്നുള്ള ക്വസ്റ്റിന് അങ്ങനെ കാര്യമായിട്ടുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. ലോക്ക്ഡൗൺ കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കോവിഡ് വരുമ്പോൾ നോക്കാം. കോവിഡ് എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നം മാത്രമായിരുന്നില്ല, ഒരു സാമൂഹിക പ്രശ്നം കൂടിയായിരുന്നു. ആ അർത്ഥത്തിലുള്ള പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. വീണ്ടും പറയുന്നു, കണക്കിൽ നമ്മൾ പുറയിലാണ്, പക്ഷേ ആ കണക്കിൽ നമ്മൾ ആശ്വസിക്കാൻ പാടില്ല. കാരണം നമ്മളെ താരതമ്യം ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ്. എങ്കിൽ അലാമിംഗ് ആണ് സിറ്റുവേഷൻ. അതാണ്, അത് ക്രൈമുകളുടെ എണ്ണം കൂടുന്നു എന്നതിനപ്പുറത്തേക്ക് നസർക്ക പറഞ്ഞ പോലെ ഇത് കൗണ്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, ഇവരെ ഇപ്പോൾ ജാമ്യം കിട്ടിയാണെങ്കിലും ഇത്തരം കുറ്റവാളികൾ പുറത്തിറങ്ങിയാൽ പോലും പോലീസിൻ്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടുതൽ ക്രൈമുകൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളതാണ്.